ഇതെന്താണെന്ന് അറിയാമോ? ഇതാണ് ബൈബിള്. ഇതിലെ ബൈബിൾ വചനത്തിന്റെ ഏതെങ്കിലും 4 വരി നിങ്ങൾ ആരെങ്കിലും തെറ്റാതെ പറഞ്ഞാൽ ഈ അടിപ്രശ്നം ഞാൻ ഇവിടെ തീർത്തു തരാം. അച്ചു പറ. ഇവനത് പറയോ? ഇവന്മാരിത് പറഞ്ഞില്ലെങ്കിൽ ഇവന്മാരെ ഇടവകയെന്ന് മാത്രമല്ല പള്ളിയിൽ നിന്നും കൂടെ അച്ഛൻ പുറത്താക്കണം. ചെങ്കടലിൽ നീ എന്ന് പാത തെളിച്ചു, മരുവിൽ മർത്യർക്ക് മന്ന പൊഴിച്ചു, എരിവെയിലിൽ സ്നേഹത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായ് മാമലമുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. ഈ വചനം ഏതധ്യായം എത്രാം വാക്യം? അച്ഛൻ പറ. വിത്തോട്ടെ പറ. കണ്ട അച്ഛൻ ഉത്തരം മുട്ടി. സാധാരണക്കാരുടെ ബൈബിൾ പരിജ്ഞാനത്തെ പുച്ഛിക്കരുതച്ചോ. അതെ, ഇനിയിപ്പോ തർക്കമില്ല, ബഹളമില്ല, അടിപ്രശ്നം എല്ലാം കഴിഞ്ഞു, എല്ലാം കോംപ്രമൈസ് ആയി. എല്ലാരും പൊയ്ക്കേ, എനിക്കൊരു കുർബാന കൊള്ളപ്പാടുണ്ട്. പൊയ്ക്കോ. എന്താ നോക്കുന്നേ? പിടിച്ചില്ലേ? എടാ എന്നാലും അച്ഛനെ വരെ ഉത്തരം മുട്ടിച്ച ആ വചനം ഏത് അദ്ദേഹത്തിലെടാ? എനിക്കറിയാം. സോങ് ഓഫ് സോളമൻ അല്ലേ? അത് സോങ് ഓഫ് സോളമൻ അല്ല, സോങ് ഓഫ് മാർക്കോസ്. മാർക്കോസിന്റെ ഭക്തിഗാന ആൽബത്തിലേടാ, കേട്ടിട്ടില്ലേ? ചെങ്കടലിൽ നീ അന്നു പാത തെളിച്ചു, മരുവിൽ മർത്യർക്കു മന്ന പൊഴിച്ചു. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗ്ഗമാണു ദൈവം. ഇപ്പൊ ആ ബൈബിൾ അരിച്ച് പൊറുക്കുന്നുണ്ടോ? എടാ ചക്ര, വണ്ടി എടുക്കടാ. ഒരു കിണ്ണ സാധനല്ലേ? എന്ത് ലുക്കാ കാണുന്നത്? എന്താ ഒരു കിടപ്പ്? അത് വണ്ടിയല്ലടാ. വണ്ടി നല്ല കളറല്ലേ? വണ്ടിപ്രാന്തൻ, വെറുതെ മനുഷ്യനെ കൊതിപ്പിച്ചവൻ. വണ്ടി എടുക്കടാ. സിഗ്മ മൈലേ. നമ്മള് കറക്റ്റ് സമയത്ത് വന്നത് നന്നായി, ഇല്ലെങ്കിൽ ഇവൻ ആ വണ്ടിയെ പേടിപ്പിച്ചാരാ. ഭ്രാന്തൻ. നിർത്ത്. എന്തോ അന്റെ പേട്ട മുള്ള നിർത്തിയാണോ? എന്നാ പിന്നെ എല്ലാവർക്കും വിളിക്കണം. എന്റെ ഡാഡിക്ക് അടിച്ച് ട്രിപ്പായി നടക്കാൻ പാടില്ല. ഇവന് ഷഡ്ഡി ഇട്ട് നടു റോട്ടിൽ നിൽക്കാം. കല്ല് കൊല്ല്. ഓ, അതിലും തോൽവിയാണല്ലോ. ഇങ്ങോട്ട് മാറ്. അവന്റെ ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കടാ. ഷട്ടി ഇല്ലാതെ ഇവിടെ നിന്നാ മതി. വലിച്ചു കീറി. മറച്ചിട്ടല്ലോ. ഈ ജഗതി ചിക്കൻ കഴിക്കണേ കൊതിയായിട്ട് വയ്യ. അമ്മച്ചിനോട് ചിക്കൻ ഉണ്ടെങ്കിൽ ഒന്ന് വറക്കാൻ പറ്റടാ. പിന്നെ അമ്മച്ചി അച്ചാർ തരാന്ന് പറഞ്ഞ ഭാഗ്യം. ബോസിന് അടിക്കാനല്ലേ വരവാ. കുപ്പി മാറ്റിക്കോ. ഇല്ല, മൊത്തം ഒറ്റയ്ക്ക് ഇരുന്ന് കമത്തും. വെറുതെ ഇങ്ങനെ ഇരുന്ന് തണ്ണിമത്തം കഴിക്കാൻ എന്ത് രസമല്ല എന്റെ പെട്ട. അതെ അതെ. അടിയാണല്ലേ? അയ്യോ, ഞങ്ങൾ അടിക്കണല്ല, ഞങ്ങളിങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കായിരുന്നു അല്ലേടാ? അതെ അതെ. ഇന്ന് ഗാന്ധിജിയുടെ ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് ഡ്രൈ ഡേ ആണല്ലോ. ഞങ്ങൾ രാവിലെ മുതൽ ഡ്രൈയാ അല്ലേടാ? അതെ അതെ. സുമേഷ്, കിഷൻജി കുപ്പി കൊണ്ടുവന്നിട്ടുണ്ടോ? അതെ അതെ. ഇപ്പൊ കറിയാട്ടാ. കോട്ടറാണല്ലേ? നീ അടിക്കില്ലെന്ന് എനിക്കറിയാം കേട്ടാ. എനിക്ക് ഇവനെ മതി. വേണ്ട സാറ് പെറ്റി അടിക്കും. കുപ്പി ഗുണാക്കേവിൽ വെച്ചേക്കണല്ലേ? ഈ കുട്ടി എനിക്ക് വേണം. ഇതിനെ ഞാൻ വളർത്തും. ഒറ്റക്ക് വളർത്തും. തരൂലടാ. നീയൊക്കെ രാവിലെ മുതൽ ട്രൈ അല്ലേ? അപ്പൊ ഞാനും ട്രൈ എടുത്തു. അല്ല, ഗ്ലാസ്സിൽ ഒഴിച്ചു. എന്തായാലും പിടിച്ച് എനിക്കാദ്യം ഒന്ന് വിളിച്ചേ.
എന്നാ അച്ചാറ് എന്നാ കപ്പലണ്ടി. എന്തിനാ പോത്തില്ല അമ്മച്ചി? പോത്തല്ലേ പുറകെ നിക്കണ ദേ അമ്മച്ചി, എന്റെ വായിരിക്കുന്ന കേക്കല്ലേ? ആന്റപ്പ ഈ പോത്തിനെ പിടിച്ച് പെണ്ണ് കെട്ടിക്കാൻ ഞാൻ എത്ര നാളായി പറയണ. തള്ള തുടങ്ങി. എന്തിനാ അമ്മച്ചി വെറുതെ അവന്റെ ജീവിതം കോഞ്ഞാട്ടി ഇറക്കുന്നത്? അതാണ് വീട്ടിലൊരുത്തിനെ സഹിക്കുന്ന പാട് എനിക്കേ അറിയൂ. നിങ്ങളെ സമ്മതിക്കണം എന്റെ പെട്ട ആ സാധനത്തിനെ സഹിക്കുന്നതിന്. എന്ത് ചെയ്യാനടാ ചക്കരെ? സ്കൂൾ ജീവിതത്തിൽ പറ്റിയ ഒരു അബദ്ധം. സ്കൂൾ ജീവിതത്തെ പറ്റിയ അബദ്ധം എന്നല്ല എന്റെ പേട്ടൻ പറയണത്. ചേച്ചിയുടെ ജീവിതത്തെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് ചേട്ടനാണ് മേരി ചേച്ചി പറഞ്ഞു നടക്കണത്. കൊല്ലാന്റെ പേട്ട ഞാൻ നിൽക്കാൻ കൂടെ. അതെ, ആന്റപ്പേട്ടന്റെ ജീവിതം ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കണ്ടാ മതി. ചേട്ടൻ ഇതൊന്നും നോക്കണ്ട, വല്ല പെണ്ണും കെട്ടി സെറ്റ് ആവാൻ നോക്കും. ഇല്ലെങ്കിലേ ദിവന്മാര് ചേട്ടന് മുന്നേ പെണ്ണും കെട്ടി സെറ്റ് ആവും. ആണാടാ പെണ്ണേട്ടാ ഞാനൊന്നും പെണ്ണേട്ടില്ല. ഞാനേ ഒരു സിഗ്മാമേല. എന്റെ മകൻ ഇതൊന്നും കൊണ്ട് സങ്കടപ്പെടണ്ട. ഇതിനൊക്കെ ചികിത്സയൊക്കെ ഉണ്ട് കേട്ടാ. ഒരു ഡോക്ടറിനെ കണ്ടാ മതി മോൻ. അമ്മച്ചി സിഗ്മാമേൽ എന്ന് പറഞ്ഞാൽ ഒരു അസുഖമല്ല, അതൊരു ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ്. ഞാൻ വിചാരിച്ചു ഇവൻ മാത്രമേ പോത്തുള്ളന്ന്. ഇപ്പൊ എല്ലാ പോത്തുകളാണല്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റി. നീയും പോത്തനാണ്. പോത്തൻ കിട്ടിയാ? കിഷൻജി കിട്ടിയല്ലോ. ആന്റപ്പാ, നിന്നെ പോലൊരു മുതുക കപ്പനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിങ്ങൾ തന്നെ ആളിറക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ ഇടിച്ചോടിക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ ഗുണ്ടകളാണെന്നും പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ ഷോ കാണിച്ച് കിടക്കുക. ഇവിടെ 10 പൈസയുടെ ഗുണമുണ്ടാണ് ഇതിനൊക്കെ. ഇങ്ങനെയൊക്കെ ചെയ്ത് ഒരു ഗുണ്ട ഇമേജ് മെയിൻറ്റെയിൻ ചെയ്തോണ്ടാ ഈ നാട്ടുകാർ തെണ്ടികൾക്ക് പേടിയും ബഹുമാനമൊക്കെ ഉള്ളത്. ഇപ്പൊ അതൊക്കെ പോയി തുടങ്ങിട്ടാ. നാട്ടുകാർക്കൊക്കെ മനസ്സിലായി തുടങ്ങി നിങ്ങളുടെ ഇടിയൊക്കെ വെറു ടൈപ്പാന്ന്. അപ്പൊ പണ്ടത്തെ പേടിയും ബഹുമാനം ഒന്നും ഇല്ലാട്ടാ. ഈ പേടിയും ബഹുമാനൊക്കെ തിരിച്ചു പിടിക്കാൻ എന്തൊരു വഴി? അതിന് വഴിയൊക്കെ ഉണ്ട്. അതിന് റിയൽ ഇടി ഇടിക്കണം, കൊട്ടേഷൻ പിടിക്കണം, കളത്തിലിറങ്ങി പൂളണം. റിയൽ ഇടി കണ്ടിട്ടുണ്ടാ? കുറച്ച് നാളായി കണ്ടിട്ട്. ആ അതാണ്. ഇനിയിപ്പൊ അതേ വഴിയുള്ളെങ്കിൽ ഞങ്ങൾ കളത്തിലിറങ്ങും, പൂളും. ഇപ്പൊ കളത്തിൽ ആരാ രാജാവ്? ആരാണെന്നോ? ആരാ മോനെ, അതൊരു 1.5 മുതലാ മോനെ. അതേത് മുതല്? വെട്ടുകാട് ബെൽസൻ വരുത്തനാ. ഇപ്പൊ വരുത്തണ്ട, ഞങ്ങള് പറയും അപ്പൊ വരുത്തിയാ മതി. അതല്ലേ എന്റെ പേട്ട നല്ലത്. പറയണേക്കടാ. പറ. സദ്യക്ക് പപ്പടം വിളമാത്തതിന് ഒരുത്തനെ വെട്ടി ജയിലിൽ പോയിരുന്ന തുടക്കം. ഇന്ന് കേരളം ഭരിക്കണത് ബെൽസനാ. പുള്ളി മുഖ്യമന്ത്രി. പേര് കേട്ട ഗുണ്ടകളായിരുന്ന കാളിക്കാവ് സുനി, ആൽത്തറ അമ്പാടി, ഇവരൊക്കെ ഇപ്പൊ ബെൽസന്റെ ശിങ്കടികളാ. വെട്ടാനും ചാവാനും തയ്യാറായ 500-ലധികം പോരാളികളുടെ തേരാളി. അതാണ് ബെൽസൻ, വെട്ടുകാട് ബെൽസൻ. നാട്ടുകാരുടെ മുന്നിൽ പോയ വില തിരിച്ചു പിടിക്കാൻ ഈ വെട്ടുകാട് ബെൽസിനെ വെട്ടുന്നെങ്കിൽ ഈ ആന്റപ്പൻ വെട്ടിരിക്കും. തൊട്ടുപോലും നോക്കൂല. അതെ, വെട്ടാൻ വേറെ വാളൊന്നും അന്വേഷിക്കണ്ട. അതേ ആലോചിച്ചിരുന്ന് വെക്കറുണ്ട്. ഈ വാളൊരു ശുഭസൂചനയാ. വെട്ടുകാട് ബെൽസിനെ നമ്മള് വെട്ടുമെന്നുള്ളതിന്റെ ശുഭസൂചന. വെട്ടാങ്ങടി ചെന്നാ മതി. നിങ്ങളെ വേറെ വല്ല ചെറിയ നമ്പറും കാണിച്ച് പോയ വില തിരിച്ചു പിടിക്കാൻ നോക്ക്. മാറേ. അയ്യോ, അടിച്ചോണ്ടിരുന്നപ്പോ വന്ന കാര്യം പറയാൻ മറന്നുപോയി. നാളെ എനിക്ക് നിങ്ങളുടെ ചെറിയൊരു സഹായം വേണം. അത് വന്നപ്പോഴേ മനസ്സിലായി. കല്യാണാണോ, ഉദ്ഘാടനാണോ, അത് അവാർഡായിട്ടോ? ഉദ്ഘാടനം. പക്ഷെ നാളെ അവിടെ വൻ ജനസാഗരം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിനും മാത്രം ആളുകൾ തടിച്ചുകൂടാൻ ഏതാടാ അപരാധം? അവതാരം പറ. ഹണി റോസ്. ഹണി റോസ് നാളെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു. ഹണി റോസോ? ഹണി റോസ്.